ഹേ മൈ ബ്യൂട്ടിഫുൾ, വെൽക്കം ബാക്ക് ടു മൈ പബ്സ് ചാനൽ. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം? അവർ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കുന്നത്? ലെറ്റ്സ് സീ. സോ നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ, സ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഒരു മാസ്കുലിനെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം, സ്പെഷ്യലി മെയിൽ ഫിഗർ ആയിട്ടുള്ള ആരെങ്കിലും. ഓക്കെ, സോ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് അതുപോലത്തെ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ക്ലാരിറ്റി, അപ്രൂവൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ പാരന്റ് ആയിട്ടായിരിക്കാം, നിങ്ങളുടെ അച്ഛനായിട്ട് നിങ്ങൾക്ക് അത്ര വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും റിലീസ് ചെയ്യാനും അപ്രൂവൽ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു പ്ലേസ് നിന്ന് നിങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ ഉറച്ച തീരുമാനത്തിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതാണ് പല പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് അപ്രൂവൽ ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങളിലേക്ക് വരാനും മേ ബി ലൈക്ക് നിങ്ങൾ ആദ്യമായിട്ട് ചില കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം നിങ്ങളുടെ പാരന്റിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനലി നിങ്ങൾക്ക് അത് അപ്രൂവ് ചെയ്യുന്നുണ്ട്, അതിനുള്ള പെർമിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാസ്കുലിന്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫൈനലി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നത്. സംസാരം കൊണ്ട് നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് ആരെങ്കിലും നിങ്ങളെ വാക്കുകൊണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഫൊർഗീവ്നെസ്സോ, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വന്ന് അങ്ങനെ സംസാരിക്കില്ല, അവരുടെ തെറ്റോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാരുമായിക്കൊള്ളാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലോ, നിങ്ങളുടെ ഫ്രണ്ട്സോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലോ, ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്ക് ആരുടെങ്കിലും ഒരു വാക്കിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മിസ്സായി പോയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ എന്തൊരു കോൺവെർസേഷൻ, എന്തൊരു കാര്യം കേൾക്കണം, മനസ്സിലാക്കണം എന്നുള്ള എന്തൊരു കാര്യം നിങ്ങൾ കുറെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരിക്കണം അല്ലെ, ചില കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി, ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. സോ അത് ഫൈനലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷനും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു ക്ലോഷർ ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേദനിപ്പിക്കാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ചില ആളുകളുടെ വാക്കുകൾ, അവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ അത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ചാപ്റ്റർ, ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്ലോഷറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് നല്ല കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ചില വാക്കുകൾ അല്ലെങ്കിൽ ചില അതുപോലത്തെ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഫൈനലി അത് സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നത്? ഈവൻ നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വാക്കുകൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ള ആളുകളെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരാതിരിക്കാം. ഓക്കെ, സോ ചില മീറ്റിംഗ്സ് ഉണ്ടാവുന്നുണ്ട്, ചില ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില ആളുകൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ രണ്ടാളുകൾ വീണ്ടും കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് വേണോ, അത് വേണോ, അവര് വേണോ, ഇവര് വേണോ. ചില ആളുകൾ നിങ്ങൾ അങ്ങനത്തെ ഒരു പൊസിഷനിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ രണ്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ രണ്ട് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, രണ്ട് കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫൈനലി നിങ്ങൾക്ക് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നുണ്ട്. ഒരു അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ രണ്ട് കാര്യത്തിലൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലേസിൽ റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റക്ക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക്, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ആക്ഷനിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇറ്റ്സ് അഗൈൻ കൺഫർമേഷൻ. നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നത് മറ്റുള്ള ആളുകളുടെ ലൈഫിലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാവുക എന്നുള്ളതല്ല, നിങ്ങൾ അത്രയൊരു ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം, അതിന്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് എവിടേക്കോ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ആക്ഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ ചില ആക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ അത്രയൊരു ചില ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം, പക്ഷെ അത് പ്രോബ്ലി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല, അല്ലെ? സോ ചില കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്യുന്നുണ്ട്, അതിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ആക്ഷൻ എടുക്കുന്നുണ്ട്. സോ സർപ്രൈസിംഗ്ലി എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ അവിടെ കണക്റ്റഡ് ആവുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അതിന്റെ ഒരു പ്രോഗ്രസിലേക്ക് വരുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവ്മെന്റ്സ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റൈറ്റ് പ്ലേസിൽ പോയിരിക്കുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വേണമായിരുന്നോ അതൊക്കെ അതിന്റെ റൈറ്റ് പ്ലേസിൽ പോയിരിക്കുന്നുണ്ട്. സോ ഒരേ സമയം പല കാര്യങ്ങളും അലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പല ഇഷ്ടങ്ങളും അലൈൻഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതാണ് മേ ബി ലൈക്ക് നിങ്ങൾ ചില ആളുകളുടെ അപ്രൂവലിലൊക്കെ നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിലോ പാർട്ടിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങള്, സോ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ളതോ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ എന്തെങ്കിലുമൊക്കെ പാർട്ടിഷനിലൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സിബ്ലിങ്സ് ആയിട്ട് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരുപാട് പ്രായമുള്ള സിബ്ലിങ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് സംസാരിക്കാതിരുന്നിട്ടുള്ള സിബ്ലിങ്സ് ഒക്കെ ഉണ്ടായിരിക്കാം, അല്ലെ? സംസാരിക്കാതിരുന്നിട്ടുള്ള സിബ്ലിങ്സ് ഒക്കെ ഉണ്ടായിരിക്കണം, അല്ലെ? സഹോദരങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പാരന്റ്സ് ആയിരിക്കാം, ഓർ ഫ്രണ്ട്സ് ആയിരിക്കാം ചില ആളുകൾക്ക്. സോ കുറെ കാലത്തിൽ സംസാരിക്കാതെ പെട്ടെന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഒരു മാജിക് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില ആളുകളുമായിട്ടുള്ള കോൺവെർസേഷൻ. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല, കാരണം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഒരു ശീലമായി പോയിട്ടുണ്ടായിരിക്കണം. നമുക്കറിയാം ചില ആളുകൾക്കായിട്ട് നമ്മൾ ഒരുപാട് കാലം സംസാരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം, പിന്നീട് ആ ഒരു ഇന്റിമസി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? പക്ഷെ നിങ്ങൾക്ക് ഒരു സർപ്രൈസിംഗ്ലി മിറാക്കുലസ്ലി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. വളരെ നല്ല ഡെപ്ത് ഉള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് ആരുമായിട്ടാണോ ഇങ്ങനത്തെ ഒരു അകലം വന്നിട്ടുള്ളത് അവരായിട്ട് സംഭവിക്കുന്നുണ്ട്. ഫൈനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബാലൻസ് ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്പിലായിരിക്കാം, ഓർ എന്തെങ്കിലും പാർട്ടിഷൻ ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ല തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ലീഗലി ഒഫീഷ്യലി ഒക്കെ എന്തെങ്കിലുമൊക്കെ അപ്രൂവൽസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വെരി സൂൺ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിൽ തന്നെ നിങ്ങൾക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡിലേ വന്നിട്ടുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് അനക്കങ്ങളെ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് മെയിൻലി നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും നിങ്ങൾക്കൊരു വിഷമായിട്ട് എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ they are coming back to your life. Okay, അത് ഒരു forgiveness ആയിരിക്കാം, ഒരു ക്ലാരിഫൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കാം, ഒരു ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കാം. ആൻഡ് യു ഗൈസ് റിയലി ഡിസേർവ് ദാറ്റ്, അല്ലെ? സോ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.